വാർത്തകൾ വിശദമായി. കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് ബി.ജെ.പിയുടെ ബി ടീം ആയിട്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായും വികസനപരമായും അവഗണിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. LDF തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ ചേലക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു പ്രത്യേക പദ്ധതിയും കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള സഹായവും കേന്ദ്രം പറയുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖല വിവിധ തരത്തിലുള്ള ശാക്തീകരണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള രാജ്യത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഒരു വിഹിതവും കേരളത്തിന് ലഭിക്കുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട 5 മെഡിക്കൽ കേന്ദ്രങ്ങൾ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിനെ ആ കാര്യത്തിലും പരിഗണിക്കുന്നില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത് ആ ബജറ്റിൽ കേരളത്തെക്കുറിച്ചുള്ള പരാമർശം തന്നെ ഇല്ല എന്ന് പറയുക. നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു സംസ്ഥാനമാണല്ലോ. നമ്മൾ ഏതെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്തവരാണ് എന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനും അഭിപ്രായമില്ലാതെ ബജറ്റിൻ്റെ തലേ ദിവസം കേന്ദ്ര ധനകാര്യ വകുപ്പ് തന്നെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേ, ആ എക്കണോമിക് സർവേയിൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തെക്കൻ മേഖല LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചേലക്കരയിൽ ഉജ്ജ്വല തുടക്കം. ബി.ജെ.പിയും കോൺഗ്രസും ഒരേ നയത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനയ്ക്കെതിരെ പ്രതിപക്ഷം ഒരക്ഷരം മിണ്ടുന്നില്ല. ബജറ്റിൽ കേരളത്തെ തഴഞ്ഞ കേന്ദ്ര നടപടിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസിൻ്റേതെന്നും അദ്ദേഹം ആരോപിച്ചു. എയിംസ് പദ്ധതിയും അതിവേഗ റെയിൽ പദ്ധതിയും കേരളത്തിന് നൽകാതെ കേന്ദ്രം തഴഞ്ഞത് നിരാശാജനകമാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ വികസനത്തിനായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിൽക്കുമ്പോൾ കേരളത്തിൽ പ്രതിപക്ഷം സർക്കാരിനെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. സമാനതകളില്ലാത്ത കേരള ബജറ്റിനെ ബഹിഷ്കരിച്ചവർ ബി.ജെ.പിയെ വിമർശിക്കുവാൻ ഭയപ്പെടുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPI ചേലക്കര മണ്ഡലം സെക്രട്ടറി P. ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജാഥ ക്യാപ്റ്റനും CPI സംസ്ഥാന സെക്രട്ടറിയുമായ ബിനോയ് വിശ്വം, നേതാക്കളായ M. സ്വരാജ്, CS സുജാത, അഡ്വക്കേറ്റ് P. വസന്തം, VT ജോസഫ്, KV ബാലസുബ്രഹ്മണ്യം, രാജൻ മാസ്റ്റർ, യൂജിൻ മൊറാലി, പുഴമനക്കൽ വേണുഗോപാലൻ, ഷാജു, ജോർജ് അഗസ്റ്റിൻ, CP അൻവർ സാദത്ത്, MP K. രാധാകൃഷ്ണൻ, MLA മാരായ UR പ്രദീപ്, AC മൊയ്തീൻ, മുൻ MP PK ബിജു, CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, KS ഹംസ, PA ബാബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.